നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. ഈ വീഡിയോയിലെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ ചോദ്യത്തിലേക്ക് നയിച്ച അദ്ദേഹത്തിന്റെ സംഭാഷണ ശകലത്തെ നമുക്കൊന്ന് ഓർത്തെടുക്കാം. ആ ഇടയ്ക്കാണ് രണ്ടു തരം അറിവുണ്ടെന്നും, ഒന്ന് പരാവിദ്യയിലെ അറിവാണെന്നും ഒന്ന് അപരാവിദ്യയിലെ അറിവാണെന്നും മനസ്സിലായത്. അപരാവിദ്യകൾ മുഴുവനും പരാവിദ്യയിലേക്ക് നയിക്കണം, ആ അറിവിലേക്ക് എത്തിക്കാൻ നമുക്ക് സഹായങ്ങളാവണം എന്നുകൂടി എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിക്കുന്ന സയൻസസ് മുഴുക്കെ അപരാവിദ്യകളായി മാറുകയാണ്. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു തലത്തെ മാത്രമാണ് ബാധിക്കുന്നത്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഭൗതിക തലം, പ്രാപഞ്ചിക തലം മാത്രം. അതിന് പിന്നിലുള്ള അവ്യക്തം എന്ന തലത്തെയോ അതിൻ്റെയും പിന്നിലുള്ള അടിസ്ഥാന ഘടകമായ പരാശക്തി എന്ന തലത്തെയോ അത് ഒരിക്കലും സംബന്ധിക്കുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികൾക്കും ഈ മൂന്ന് തലങ്ങളിലും ഒരേ സമയത്ത് നിലനിൽപ്പുണ്ട് എന്നിരിക്കെ മനുഷ്യൻ തൻ്റെ പുരോഗതിക്ക് ആശ്രയിക്കുന്ന വിവേകത്തിന് അല്ലെങ്കിൽ അറിവിന് ഒരു തലത്തിൽ മാത്രമേ ഉള്ളൂ അറിവ് എന്ന് വരുന്നത് ഒരു പോരായ്കയല്ലേ? അറിവിന്റെ രണ്ട് തലങ്ങളായ പരാവിദ്യ, അപരാവിദ്യ എന്ന രണ്ട് തലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി. ഈ അറിവിന്റെ രണ്ട് തലങ്ങൾ എന്ന് പ്രതിപാദിച്ചത് കുറച്ചുകൂടി വ്യക്തമാക്കണം. രണ്ട് തരത്തിലുണ്ട് വിദ്യകൾ എന്ന് നിത്യജീവിതത്തിൽ നമുക്കറിയാം. ഒരു വിദ്യ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ അറിയാനും നിയന്ത്രിക്കാനും നമ്മുടെ പരിധിയിൽ നിർത്താനും നമുക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ തരാനും ഉപയോഗിക്കുന്ന വിദ്യയാണ്. ഈ വിദ്യയാണ് അപരാവിദ്യ എന്ന് പറയുന്നത്. ഈ വിദ്യ ഇന്ദ്രിയ ഗോചരം ആണ്. കണ്ടും കേട്ടും തൊട്ടും മണത്തും രുചിച്ചുമൊക്കെ നമുക്ക് അറിയാവുന്ന, വിലയിരുത്താവുന്ന, പഠിക്കാവുന്ന വിദ്യകളാണ് ഇത്. ഇവ കൊണ്ട് പ്രാപഞ്ചികമായ ചുറ്റുപാടുകളെ മാത്രമേ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ നമ്മൾ എന്താണെന്നോ എന്തിനാണെന്നോ അറിയാൻ ഈ വിദ്യ മതിയാവില്ല. മാത്രമല്ല, നമ്മുടെ ആത്യന്തികമായ സുസ്ഥിതിക്ക്, സന്തോഷത്തിന്, സമാധാനത്തിന് വഴിയൊരുക്കാനും ഇവയെക്കൊണ്ട് ആവില്ല. നമ്മുടെ പൂതി മാറ്റാനോ കൊതി തീർക്കാനോ പേടി അകറ്റാനോ എത്ര തന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും ഈ വിദ്യകൾ കൊണ്ട് കഴിയില്ല എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നേടാനായിട്ട് നമുക്ക് ഭയമില്ലാത്ത അവസ്ഥ കൈവരുത്താനായിട്ട്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാകാനായിട്ട്, നമ്മുടെ സുഖങ്ങൾക്ക് നിത്യത കൈവരുത്താനായിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന അന്വേഷണത്തിൻ്റെ ഫലമാണ് രണ്ടാമത്തെ മുറ എന്ന് പറയുന്ന പരാവിദ്യ. പരാവിദ്യ ഇന്ദ്രിയ നിരപേക്ഷമാണ്, ഇന്ദ്രിയാതീതം ആണ്, ബുദ്ധിഗ്രാഹ്യം ആണ്. അതുകൊണ്ട് നമുക്ക് ബുദ്ധി കൊണ്ട് മാത്രമേ അതിനെ അറിയാനും വിലയിരുത്താനും കഴിയുള്ളൂ. ബുദ്ധി എന്ന് പറയുമ്പോൾ ബോധത്തിലൂടെ ഉറച്ചു കിട്ടിയ അറിവാണ്. ബോധം അവയർനെസ്സാണ്. ഈ അവയർനെസ്സിനെയാണ് പരാവിദ്യ ആശ്രയിക്കുന്നത്. ഈ പരാവിദ്യ അപരാവിദ്യയിൽ നിന്ന് വളർന്നുണ്ടാകേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ആധുനിക ശാസ്ത്ര ലോകത്ത് നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കണ്ടറിയാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടെന്ന് കരുതുന്നില്ല. ലോകത്ത് ഒരു വിഭാഗം ജനങ്ങൾ ആദ്യകാലം തൊട്ടേ എത്രയൊക്കെ ആയാലും ഭൗതിക സുഖങ്ങൾക്ക് അറുതിയില്ലാത്തതുകൊണ്ട് സങ്കടങ്ങൾക്കും പേടിക്കും ഒരു കാലത്തും അവസാനമില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് അകത്തേക്ക് തിരികെ ബോധത്തിലൂടെ സങ്കടങ്ങൾക്ക് നിത്യപരിഹാരം ഉണ്ടാക്കാനും മനുഷ്യജന്മത്തിൻ്റെ അടുത്ത മാനമായ സച്ചിദാനന്ദ അവസ്ഥയിലേക്ക് പോകാനുമുള്ള മാർഗം ആരാഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ആരാഞ്ഞുകൊണ്ടിരുന്ന ആളുകളുടെ സമൂഹങ്ങൾ അവരുടെ നിത്യജീവിതത്തിന് കൂടുതൽ സുഖമുണ്ടാക്കാനോ നാളേക്ക് ഈട്ടം കൂട്ടി വയ്ക്കാനോ ഒന്നുമുള്ള ഉപായങ്ങൾ ഉണ്ടാക്കിയില്ല. അവരൊരിക്കലും പ്രപഞ്ചത്തെ അറിയാനായിട്ട് സൂക്ഷ്മദർശിനികളോ
ദൂരദർശിനികളോ ഒന്നും ഉണ്ടാക്കിയില്ല. അവർ കണികാ പരീക്ഷണം നടത്തിയില്ല. അതേ സമയത്ത് തന്നെ അവർ എല്ലാ അതിർത്തികളും ലംഘിച്ച് ആറ്റം ബോംബുകളും രാസായുധങ്ങളും ഉച്ചനീചത്വങ്ങളും ദുരിതവും ഒന്നും ലോകത്ത് ഉണ്ടാക്കിയും ഇല്ല. അപ്പോൾ നമുക്ക് ഏത് വഴിക്കാണ് പോകേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ട് വിദ്യകളും ആവശ്യമാണ്. ഒറ്റക്കാലിൽ നടക്കാൻ നമുക്ക് കഴിയില്ല. ഈ ജീവിതമുണ്ടെങ്കിലേ നമുക്ക് സത്യാന്വേഷണത്തിലൊക്കെ സാധിക്കൂ. ജീവിതം വേണമെങ്കിൽ അത്യാവശ്യം ഭക്ഷണം വേണം, പാർപ്പിടം വേണം, ഉപാധികൾ വേണം, ഇതൊക്കെ വേണം. ഇതൊക്കെ നിത്യനിദാന കർമ്മങ്ങളാണ്. ഇതൊക്കെ ചെയ്ത് ജീവിതത്തെ കാത്തുകൊള്ളുക എന്നും അത് കഴിഞ്ഞിട്ട് അങ്ങനെ കാക്കപ്പെടുന്ന ജീവിതം കൊണ്ട് ധ്യാനത്തിലൂടെ പോയിട്ട് പ്രപഞ്ചത്തിൻ്റെ ഉള്ളറിവുകൾ നേടി സ്വാസ്ഥ്യത്തിലേക്ക്, ശാശ്വതമായ ആനന്ദത്തിലേക്ക് പോവുക എന്നുമാണ് ഭാരതത്തിലെ ഋഷിമാർ നിശ്ചയിച്ചത്. ആ വഴി, രണ്ട് വഴിയും കൂടെ ചേർന്ന് പോകുന്ന സമഞ്ജസമായ സമതുലിതമായ ആ പാത സ്വീകരിക്കാത്തത് കൊണ്ട് ഇന്ന് ലോകം മഹാവിപത്തിൻ്റെ വക്കിലാണ്. ഒരു മധ്യമാർഗ തിരുത്തൽ ഉടനെ നടപ്പിലാക്കിയില്ലെങ്കിൽ ഈ ലോകത്ത് ജീവനുള്ള ഒന്നും ശേഷിക്കില്ല എന്ന അവസ്ഥ വരെ ഭൂമിയാകെ, അന്തരീക്ഷമാകെ മലിനമായി, മലീമസമായി മാറിയിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ അല്ലെങ്കിൽ ഇനി ഒരിക്കലും സാധ്യമല്ല എന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ നമ്മൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഈ പരാവിദ്യ എന്ന് പറയുന്ന വലിയൊരു സയൻസിനെ സാധ്യമാകും വണ്ണം അവലംബിച്ച് നമ്മുടെ ഇന്നുണ്ടാക്കി നമ്മൾ വെച്ച ദുരിതങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില വിദ്യകൾ ഉണ്ട്. ആ വിദ്യകളാണ് ഒരുപാട് മനുഷ്യശേഷി അന്തർലീനമായി കിടക്കുന്നതിൽ നിന്ന് മുളച്ചുണ്ടാകുന്ന വിദ്യകൾ. എന്താണ് മനുഷ്യൻ്റെ ശേഷി? മൃഗങ്ങൾക്ക് എന്താണ് ശേഷി എന്ന് ചോദിച്ചാൽ, സോവിയറ്റ് യൂണിയനിൽ 1960കളിൽ ഒരു പരീക്ഷണം നടത്തിയവർ ഒരു മുയലിൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഉടനെ കൊണ്ടുപോയി വേർപെടുത്തി ലോകത്തെ എമ്പാണ്ടൊക്കെ പോകുന്ന ഒരു മുങ്ങിക്കപ്പലിനകത്ത് കയറ്റി കൊണ്ടുപോയി. ഈ മുയലിനെ അതിൻ്റെ ജീവസ്പന്ദങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു ബോർഡിൽ തറച്ചു വെച്ച് നിരീക്ഷണോപാധികൾ ഘടിപ്പിച്ചു. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ സമുദ്രത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി പല കാലങ്ങളിലായി, പല സ്ഥലങ്ങളിലായി, വിദൂരങ്ങളിലായി കൊന്നുകളഞ്ഞു. ആ സമയങ്ങളൊക്കെ രേഖപ്പെടുത്തി ഒത്തുനോക്കുമ്പോൾ ആ സമയത്തൊക്കെ ഈ തള്ളമുയലിൻ്റെ സ്പന്ദങ്ങളിൽ മസ്തിഷ്ക സ്പന്ദമായാലും ഹൃദയസ്പന്ദമായാലും അടയാളങ്ങൾ കണ്ടു എന്നാണ് അത്ഭുതം. ഇതെങ്ങനെ? അന്ന് സെൽഫോണൊന്നും നിലവിൽ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു സെൽഫോണും പ്രവർത്തിപ്പിക്കാനുള്ള ശേഷിയോ വൈദ്യുതിയോ പോലും ഈ തള്ളമുയലിനോ അതിൻ്റെ കുഞ്ഞുങ്ങൾക്കോ ഇല്ല എന്നുള്ളതും സത്യം. ഇത് വെറും കാൽപ്പനികമാണ്, ഇത് വെറും തോന്നിവാസമാണ് എന്ന് പറഞ്ഞ് അന്ന് ഒരുപാട് പരിഹസിച്ചു. ഇപ്പോൾ നമുക്കറിയാം ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്നൊരു സാധ്യത പ്രകൃതിയിലുണ്ട് എന്ന്. അതായത് ബന്ധപ്പെട്ട എൻറ്റാങ്കിൾഡായ രണ്ട് കണങ്ങൾ തമ്മിൽ അവ എത്ര ദൂരെ ആയാലും ഒരു കണത്തിന് വരുന്ന അതിൻ്റെ വ്യത്യാസം, ഒരു കണത്തിൽ വരുന്ന ക്വാണ്ടം സംവിധാനത്തിലെ മാറ്റം സ്വാഭാവികമായും എത്ര അകലെയായാലും മറ്റേ കണത്തെ ബാധിക്കും എന്നാണ് അത്. അപ്പോൾ ഒരു കാര്യത്തിലും നമുക്ക് ബുദ്ധിമുട്ട് വരാതെ വണ്ണം ഈ പ്രപഞ്ചത്തെ മുഴുവനായി അറിയാനും പ്രപഞ്ചത്തിൽ എവിടെയും ബന്ധങ്ങൾ പുലർത്താനും ഒക്കെയുള്ള കഴിവ് മനുഷ്യന്, മൃഗങ്ങൾക്ക് പോലും സ്വയം സിദ്ധമാണ് എന്നർത്ഥം. അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന ചോദ്യത്തിൻ്റെ മുന്നിലാണ് ഈ അപരാവിദ്യയെ ഏതാണ്ടൊക്കെ ഒതുക്കി നിർത്തിയിട്ട് പരാവിദ്യയെ അതിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ നമുക്ക് പ്രചോദനമായി തീരുന്നത്. അതുകൊണ്ട് രണ്ട് വിദ്യകളും ഒരുമിച്ചുണ്ടാകട്ടെ, ലോകം സമൃദ്ധമാകട്ടെ, നമുക്കൊരു കൊറോണയും ഇനിയും സംഭവിക്കാതിരിക്കട്ടെ, ലോകത്ത് ജീവൻ തുടരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം.